14 വയസ്സുള്ള ഒരു പയ്യൻ 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ നെഞ്ച് കരളലിയിപ്പിക്കുന്ന ഒരു കഥ നമ്മൾ മലയാളികൾ കേട്ടു കാണുമെന്ന് അറിയില്ല. അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നിന്ന് അധികം ദൂരെയല്ലാതെ മറ്റൊരു സംസ്ഥാനത്ത് സംഭവിച്ചിരിക്കുന്നു. പക്ഷേ മലയാളികൾ അധികം കേൾക്കാൻ സാധ്യതയില്ല കേട്ടോ. കാരണം നമ്മുടെ മലയാള വാർത്താ മാധ്യമങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെണ്ണുകഥയുടെ പിന്നിലായിരുന്നു. അവരങ്ങ് ആഘോഷിക്കുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് എന്താവും സ്ഥിതി, കോൺഗ്രസ്സുകാർ നടപടിയെടുക്കുമോ, MLA സ്ഥാനം പോവുമോ, അയാളെ അറസ്റ്റ് ചെയ്യുമോ, കേസുണ്ടാവുമോ, അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും അയാൾ ആ പെൺകുട്ടിയോട് ചെയ്ത വോയിസ് ചാറ്റുകളും എല്ലാം അങ്ങ് മീഡിയ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അതിനിടയിൽ ഇത്തരം ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് എവിടെ സമയം? എന്തായാലും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് സ്പേസ് മലയാളം ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. പറഞ്ഞു വന്നത് ഈ അതിദാരുണമായ ഒരു 10 വയസ്സുകാരി പിഞ്ചോമനയുടെ സംഭവമാണ്. ഇത് നടന്നത് ഓഗസ്റ്റ് 18 തെലുങ്കാന സംസ്ഥാനത്തെ കുക്കടപ്പള്ളി എന്ന ഒരു സബർബൺ സിറ്റിയിലാണ്. അവിടെ ഹൈദരാബാദിനടുത്തുള്ളൊരു സിറ്റിയാണ്. അവിടെ ഇടത്തരക്കാരൊക്കെ ധാരാളം താമസിക്കുന്ന ആ സ്ഥലത്താണ് ഈ സംഭവം നടന്നത്. അന്ന് ഈ പറഞ്ഞ ഓഗസ്റ്റ് 18 സാധാരണ പോലെ കൃഷ്ണ എന്ന വർക്ക്ഷോപ്പ് ജോലിക്കാരനും ഒരു ലാബ് ടെക്നീഷ്യനായ അമ്മയും ജോലിക്ക് പോകുന്നു. തൻ്റെ 10 വയസ്സായ മകൾക്കന്ന് സ്കൂളുണ്ടാകാൻ ഒരാഴ്ച ലീവായതുകൊണ്ട് വീട്ടിലിരുത്തിപ്പോയി. 6 വയസ്സുകാരൻ മകനെ സ്കൂളിലേക്ക് വിടുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഈ അച്ഛൻ വീട്ടിലേക്ക് വന്നപ്പോൾ കാണുന്ന കാഴ്ച അതിദയനീയമായിരുന്നു. തൻ്റെ പിഞ്ചോമന മകള് ചോരയിൽ കുളിച്ചു കിടക്കുന്നത്, ശരീരമാസകലം നിറയെ കുത്തുകളും മുറിവുകളുമായിട്ട് ഈ ലോകം വിട്ടുപോയിരുന്നു ആ കുഞ്ഞെന്നുള്ളതാണ്. അലമുറയിട്ട് കരഞ്ഞു. നാട്ടുകാരൊക്കെ ഓടിക്കൂടി ആ പ്രദേശമാകെ മരവിച്ചു നിന്നു. ആകെ പോലീസും സംഘമൊക്കെ എത്തി. കണ്ടു നിന്നവരുടെ എല്ലാം കണ്ണീരണിഞ്ഞു. അമ്മ അലമുറയിട്ട് ഓടി വന്നു. അനിയനെ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് വന്നു. മൊത്തത്തിൽ അവിടെ ആകെ സങ്കടക്കടലായി. ഒരെത്തും തുമ്പും കിട്ടുന്നില്ല. ആദ്യത്തെ ദിവസം അന്വേഷണം എവിടെ എത്തുന്നില്ല. പോലീസ് വരുന്നു. ഈ കുക്കടപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാർ വരുന്നു. സൈബർബാദ് പോലീസ് കമ്മീഷണർ സ്ഥലത്തെത്തുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സർക്കാർ വിനിയോഗിക്കുന്നു. 1, 2, 3, 4 ദിവസങ്ങളിലൊക്കെ ഗംഭീരമായ അന്വേഷണമാണ്. ഒന്നും സംഭവിക്കുന്നില്ല. സമീപ പ്രദേശത്തിലുള്ള CCTV ഒക്കെ അരിച്ചു പെറുക്കി. എന്തെങ്കിലും ഒരു സംശയാസ്പദമായ ഒരു സംഭവം അവിടെ നടക്കുന്നതായി കണ്ടില്ല. ആ വീട്ടിലേക്കാരും വരുന്നതായി കാണുന്നില്ല. അങ്ങനെ കിട്ടാവുന്ന ഈ CCTV എല്ലാം പരിശോധിച്ചപ്പോഴും ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ പോലീസും ധർമ്മസങ്കടത്തിലായി. നാട്ടുകാരാകെ പ്രതിഷേധത്തിലായി. ആ വീട്ടുകാർ വലിയ സങ്കടത്തിലായി. അവസാനം 5ാമത്തെ ദിവസമാണ് അവിടെ അടുത്തൊരു ഫ്ലാറ്റിൽ താമസിച്ചിരുന്ന ഒരു എഞ്ചിനീയർ, അയാൾ വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോം കണ്ടായിരുന്നു, ഒരു IT പ്രൊഫഷണലോ മറ്റോ. അപ്പോൾ അയാളുടെ മനസ്സിൽ അങ്ങനെ ആലോചിച്ചു കഴിഞ്ഞപ്പോൾ ഈ സംഭവം നടന്ന ദിവസം അയാളുടെ മനസ്സിലിങ്ങനെ ഈ വീടിൻ്റെ തൊട്ടടുത്ത് വീട്ടിലുള്ള ഒരു ചെറിയ പയ്യൻ ആ മതിൽ ചാടിക്കിടക്കുന്ന പോലെയുള്ള ഒരു ഓർമ്മ അയാളുടെ മനസ്സിലെത്തി. തിരിച്ചുമായി ആ പയ്യൻ ചാടുന്നത് കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടൊക്കെ കുട്ടികൾ കളിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും പന്തൊക്കെ പോയാൽ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ വല്ലതുമായിരിക്കുമെന്ന് അയാൾ കരുതി. ആ ഒരു സംശയം പോലീസിനോട് പറഞ്ഞപ്പോൾ പോലീസ് ആ കിട്ടിയ തുമ്പിൽ നിന്ന് ആ പയ്യനെ ചെന്ന് അന്വേഷിക്കുന്നു. പയ്യനോട് കാര്യങ്ങളൊക്കെ തിരക്കുമ്പോൾ അവൻ പറഞ്ഞു, ഇല്ലല്ലോ, ഞാൻ എന്താ ചെയ്യണം, എന്നോട് എന്താ ചോദിക്കണം, എനിക്കെന്താ അറിയും, ഞാനിതിൽ എന്താ ചെയ്യാനുള്ള എന്നൊക്കെ പറഞ്ഞ് അവൻ വഴിമാറിപ്പോകുന്നു, അല്ലെങ്കിൽ ഇതിലൊന്നും പങ്കില്ലാത്ത പോലെ പറയുന്നു. അപ്പോൾ അവരെ ആരും സംശയിക്കുന്നില്ല. കാരണം ഈ കുട്ടിയുടെ അനിയനൊക്കെ ആയിട്ട് വലിയ കൂട്ടുകാരാണ്. 6 വയസ്സായ മകനുമായിട്ട് എപ്പോഴും ക്രിക്കറ്റൊക്കെ കൂടെ കളിക്കുന്നതാണ്. അവനും ഈ സംഭവം നടന്ന ദിവസം അവിടെ ചെല്ലുന്നു. ചെറിയ കൊച്ചുമകനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, ഈ സങ്കടത്തിൽ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതങ്ങനെ സംശയത്തിൻ്റെ ഒരു മുനയും ആ പയ്യനിൽ എത്തിച്ചേരുന്ന ഒന്നും ആർക്കും തോന്നുന്നില്ല. പക്ഷേ പോലീസ് പിന്നെ അവൻ്റെ വീട്ടിൽ പതിയെ കൊച്ചുകുട്ടിയല്ലേ, അങ്ങനെ ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യുമെന്ന് ആർക്കും സംശയം തോന്നില്ല. അപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് ചില കടലാസുകൾ കിട്ടുന്നു. അതിലവൻ ഈ ക്രൈം ചെയ്യാനുള്ള ചില പ്ലാനുകളൊക്കെ വരച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവൻ ഏതിൽ നിന്നൊക്കെയോ കിട്ടി. അവൻ ഈ വെബ് സീരീസൊക്കെ കാണുന്ന ഒരു പതിവുണ്ട്, അത്രേ, ക്രൈം വെബ് സീരീസൊക്കെ കാണും. അപ്പോൾ അത്തരം സ്വഭാവം ഉണ്ടെന്ന് മനസ്സിലാവുന്നു. അതൊക്കെ അവൻ്റെ മൊബൈലിൽ നിന്ന് കണ്ടുപിടിക്കുന്നു. അവൻ വരച്ചു വെച്ച ഡയഗ്രാമൊക്കെ എടുത്ത് നോക്കുന്നു. അപ്പോൾ അവൻ വെൽ പ്ലാൻഡായിട്ട് നടത്തിയൊരു ക്രൂരകൃത്യത്തിൻ്റെ കഥയാണ് പിന്നെ ചുരുളഴിയുന്നത്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ,
ഈ പയ്യന് ക്രിക്കറ്റ് ഒരു ഭ്രമമാണ്, ക്രിക്കറ്റ് കളിക്കണം. അപ്പോൾ ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഈ തൊട്ട വീട്ടിലെ ഈ പയ്യൻ്റെ കൂടെ കളിക്കാൻ പോകും. അപ്പോൾ ഇവന് ബാറ്റൊന്നുമില്ല, ക്രിക്കറ്റ് കളിക്കാൻ ബാറ്റൊന്നുമില്ല. ഇവന് സാമ്പത്തികമായിട്ട് അത്ര ഒരു സൗകര്യമില്ലാത്ത വീട്ടിലാണ്. അച്ഛൻ പണിക്ക് പോകില്ല, അമ്മയോടെയോ പണിക്ക് പോയി വരുന്നുണ്ട്, 2-3 സഹോദരങ്ങളുണ്ട്. അപ്പോൾ സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ട്. പക്ഷേ ഇവന് ക്രിക്കറ്റിനോട് ഭ്രാന്താണ്. പഠിക്കാൻ വളരെ മോശമാണ്. ഈ ഇതിനോടൊക്കെ ഭ്രമമാണ്. ഈ വെബ് സീരീസ് കാണുന്നതിനോട്, അത് ക്രൈം ത്രില്ലർ കാണുന്നതിനോട്, ക്രൈം ത്രില്ലർ സിനിമ കാണുന്നതൊക്കെ അവന് കാര്യമാണ്. അതൊക്കെ പോലീസ് മനസ്സിലാക്കിയപ്പോൾ അവനെ ചോദ്യം ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അവൻ പറഞ്ഞു. അവൻ നേരത്തെ പ്ലാൻ ചെയ്യാണ്. ഈ ക്രിക്കറ്റ് ബാറ്റ് ഈ പയ്യനോട് ചോദിച്ചിട്ടുണ്ടോ എന്നിട്ടാണ് എനിക്ക് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവൻ ആ കുട്ടിയല്ലേ, 6 വയസ്സായ മകൻ ഇങ്ങനെ അവനും കളിക്കുന്ന ബാറ്റ് അവൻ കൊടുക്കുന്നു പറയില്ല, അവൻ കൊടുത്തില്ല അത്. അപ്പോൾ ഇവൻ എങ്ങനെയെങ്കിലും അത് അടിച്ചു മാറ്റണം എന്നുള്ള തീരുമാനത്തിനനുസരിച്ച് അവൻ പ്ലാൻ ചെയ്യാണ്. ഇവർ ഈ അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോകുമെന്ന് അറിയാൻ വേണ്ടേ, അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ആരും ഉണ്ടാവില്ല. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകും, അച്ഛനും അമ്മയും ജോലിക്ക് പോയാൽ അവർ ഈ അതിലൊന്നും അടച്ചു പോകുന്ന ഒരു സ്വഭാവമില്ലാത്തവരാത്ര. അത് ഇവൻ മനസ്സിലാക്കി ടെറസിൻ്റെ മുകളിൽ കൂടെ ഇവരുടെ വീട്ടിലേക്ക് ചാടുന്നു. ആ മുകളിൽ കൂടെ വാതിൽ തുറന്ന് ഇവൻ താഴേക്ക് വന്ന് അടുക്കളയുടെ ബാക്ക് ഭാഗത്തിരിക്കുന്ന ഈ മനോഹരമായ ക്രിക്കറ്റ് ബാറ്റ് അവൻ അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ നേരത്ത് ഈ അവിടെ TV കണ്ടുകൊണ്ടിരുന്ന ഈ 10 വയസ്സുകാരി കുട്ടി, അവൾക്ക് ഒരാഴ്ചയായിട്ട് സ്കൂളില്ലാത്തതുകൊണ്ട് അവളവിടെ TVയും കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച്, കാരണം അച്ഛനും അമ്മയൊക്കെ പുറത്ത് പോയതുകൊണ്ട് ഉള്ളിൽ നിന്ന് ബോൾട്ടിട്ട് പോയിട്ടുണ്ട്, ഇവളെന്നെ ബോൾട്ടിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കുട്ടി പെട്ടെന്ന് കണ്ട് ഇവൻ ഈ ബാറ്റ് എടുത്ത് പോകുന്ന കണ്ടപ്പോൾ ആ കുട്ടി അലമുറയിട്ട് കരഞ്ഞു, നിലവിളിച്ചു. അവൾ ഓടിച്ചെന്ന് തടയാൻ ശ്രമിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആ തടയുന്നതിനിടയിലാണ് ഇവൻ കൈവശം അവിടെ നിന്ന് കിട്ടിയ കത്തിയാണോ അവൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കത്തിയാണോ എന്നറിയില്ല, ആ കത്തിയെടുത്ത് ഈ 10 വയസ്സുകാരി കുട്ടിയെ തലങ്ങും വിലങ്ങും വെട്ടി നുറുക്കി. 10-21 മുറിവായിരുന്നു അത്ര ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ. ചോരയൊലിച്ച് ഇവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ക്രിക്കറ്റ് ബാറ്റുമായിട്ട് അവൻ്റെ വീട്ടിൽ പോകുന്നു. ഒന്നും അറിയാത്തവനെ പോലെ ആ ക്രിക്കറ്റ് ബാറ്റിലുള്ള ചോരയൊക്കെ അവൻ തുടച്ച് വൃത്തിയാക്കി വയ്ക്കുന്നു. ഇവൻ്റെ ഡ്രസ്സിലുണ്ടായ ചോരയൊക്കെ അവൻ വാഷിംഗ് മെഷീനിലിട്ട് കഴുകി അവിടെ എടുത്തു വെച്ചിരുന്നു. അതൊക്കെ പോലീസ് പിടിച്ചെടുക്കുന്നു. അങ്ങനെ അവൻ അവസാനമേ കുറ്റം സമ്മതിക്കുന്ന ഒരു വല്ലാത്ത ദയനീയമായ കഥയാണ് നമ്മൾ കേൾക്കുന്നത്. ജുവനൈൽ പോലീസിലേക്ക് ഏൽപ്പിക്കുന്നു. ഞെട്ടിത്തരിച്ചുപോയി ആ പ്രദേശമാകെ. ഒരു ഇടത്തരം ഗ്രാമത്തിൽ തങ്ങളുടെ മക്കളെ വീട്ടിൽ സുരക്ഷിതരെന്ന് കണക്കാക്കി ജോലിക്ക് പോകുന്ന അച്ഛനും അമ്മയൊക്കെ എങ്ങനെയാണ് ഇനി ഇത്തരം കാലഘട്ടത്തിൽ മക്കളെ സുരക്ഷിതരാണെന്ന് കരുതുക? കേട്ടിട്ടാകെ കോരിത്തിരിക്കുകയാണ് സത്യത്തിൽ ഈ വാർത്ത കേട്ടിട്ട്. അത്രമേൽ സങ്കടകരമായൊരു വാർത്തയാണ്. നമ്മുടെ നാടും അതും തെലങ്കാനയും തമ്മിൽ സൗത്ത് ഇന്ത്യയിൽപ്പെടുന്ന 2 സംസ്ഥാനങ്ങളാണ്. ഈ നമ്മുടെ മക്കളെ വളർത്തുന്നത്, നമ്മുടെ മക്കൾ എങ്ങനെയാണ് വളരുന്നത്, അവരെത്തരത്തിലാണ് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നത്, അവരെന്താണ് കമ്പ്യൂട്ടറിൽ കാണുന്നത്, അവരുടെ രീതി എന്താണെന്നൊക്കെ നമ്മൾ മക്കളെ ഒബ്സർവ് ചെയ്തില്ലെങ്കിൽ അവരിത്തരം കുറ്റകൃത്യങ്ങളിൽ ചെന്നുവിടുന്ന ഒരു ദയനീയ സ്ഥിതി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് സഗൗരവം ഇത് സിനിമയൊക്കെ, ഇത്തരം സിനിമകളൊക്കെ ഇപ്പോൾ വലിയ തോതിൽ ക്രൈമിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന വലിയ തോതിലുള്ള സിനിമകളാണ് ഇപ്പോൾ അടുത്തിറങ്ങുന്നത്. കത്തിയെടുക്കുന്നു, വെട്ടുന്നു, കുത്തുന്നു, തല വെട്ടുന്നു, ചോര പുഴയൊഴുകുന്നു, അത് കണ്ട് കൈയടിക്കുന്നു, ആർത്തുല്ലസിക്കുന്നു ചെറുപ്പക്കാരായ കുട്ടികൾ. അപ്പോൾ അവർക്ക് ആവേശം കൊള്ളുന്നു. അപ്പോൾ ഒരു കത്തിയെടുത്ത് കുത്തുന്നതിന് അവർക്കൊന്നും ഒരു മടിയില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ കുട്ടികൾ മാറിപ്പോകുന്നതിന് ഇന്നത്തെ ഈ ഡിജിറ്റൽ വേൾഡ് അല്ലെങ്കിൽ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ വലിയ തോതിൽ അവരെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പല സൈക്കോളജിസ്റ്റുകളും പറയുന്നത്. നിങ്ങൾക്കിത് കേട്ടിട്ട് എന്താ അഭിപ്രായം എന്നുള്ളത് നിങ്ങളിവിടെ സൂചിപ്പിക്കണം. ഇത്തരം സിനിമകൾ ഇവിടെ നിരോധിക്കണോ, അതോ സെൻസർ ബോർഡ് ഇത്തരം സിനിമകളെ പ്രൊമോട്ട് ചെയ്യണോ, അതിനുള്ള അനുവാദം കൊടുക്കണോ, എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കണോ എന്നുള്ളതൊക്കെ അഭിപ്രായം നിങ്ങൾ രൂപപ്പെടുത്തണം. സ്വന്തം മക്കളെ അവനവൻ്റെ വീട്ടിൽ 4 വീട് ചുമരുകൾക്കുള്ളിൽ സുരക്ഷിതമാണെന്ന് വിചാരിച്ച് പിന്നെ അന്നത്തിന് അവനവൻ്റെ ജീവിതത്തിന് വേണ്ടി ഒരു ദിവസം പുറത്തു പോയി വരുമ്പോൾ കണ്ട കാഴ്ച ഈ വിധമാണെങ്കിൽ എത്രത്തോളം സുരക്ഷിതമാണ് നമ്മുടെ സാമൂഹ്യ ചുറ്റുപാട്, നമ്മുടെ സമൂഹ വ്യവസ്ഥ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എല്ലാ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക്സ്.